ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂടത്തിൽ റിണിയെ പൊക്കി പറയുന്ന ഒരു കാലം. അതായത് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും റിണിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കാലം, റിണിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലം, രാഹുലും ചാനൽ ചർച്ചയിൽ റിണിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കാലം ഉടൻ തന്നെ വരാൻ പോവുകയാണ്. എന്താണ് അതിനുള്ള കാരണം? ക്ലിയറായി കൃത്യമായിട്ട് പറയാം. നമ്മുടെ ഇന്നത്തെ വിഷയം, ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്, എന്നാണ് ബിഗ് ബോസ് അരങ്ങേറുന്നത്, പിന്നീട് കോമണറായിട്ട് ആരെയാണ് സെലക്ട് ചെയ്തത്, അത് ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറയാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അതായത് ഇത്തവണ ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് റിനി. അതായത് റിനി ഏകദേശം പോകുമെന്ന് 99.9% കൺഫേം ആണ്. ലാലേട്ടൻ വന്ന് വിളിക്കാൻ മാത്രമാണ് ബാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും റിനി ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് റിണിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ. ഈ പറയുന്ന രാഹുൽ തെറ്റ് ചെയ്തവനാണെങ്കിൽ, ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് തെറ്റാണെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. നേരെ മറിച്ചിട്ട് നമ്മളിപ്പോ ഞാനൊരു തെറ്റ് ചെയ്യാതെ എന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് വെറുതെ പറയുന്നുണ്ടെങ്കിൽ അവൾക്കും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. രാഹുൽ മാങ്കൂടത്തിൽ നിരപരാധിയാണ്. രാഹുൽ മാങ്കൂടത്തിലിനെ ഈ ഒരു കള്ളക്കേസിൽ പെടുത്തിയത് എന്ന് തോന്നുന്ന എല്ലാവരും, അതായത് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമന്റ് ചെയ്യണേ. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു വിരൽ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ഞെക്കിയേക്കണേ. ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. അതായത് ഈ പറയുന്ന റിണിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ റിണി പോയി കഴിഞ്ഞാലും അവിടെ റിണിക്ക് തെറി വിളിക്കുന്നുണ്ട്, കല്ലെറിയാൻ ശ്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ റിണിയെ നിരന്തരമായി ആക്രമിക്കുന്നുണ്ട്. ഞാനും നമ്മളും കാണുന്ന ഒരു കാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് റിണിയെ ഒന്നും കാണാതെ ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിക്കൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ചിലപ്പോൾ റിണി പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഇന്ന കാര്യം ഞാൻ പറയാം. ഒരു പക്ഷേ അതായത് റിണിക്കിപ്പോ നിലവിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ രാഹുലിനെതിരെ, അതായത് അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. നാളെ ബിഗ് ബോസ് ഹൗസിൽ റിണി ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ യുവന്മാരാണ് ഇങ്ങനെ പറയിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിണി, അതായത് രാഹുലിനെതിരെ ഇങ്ങനെ ഒരു കാര്യം പറയാൻ എന്നോട് ഇന്നയാളാണ് പറഞ്ഞത് എന്ന് റിണി നാളെ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിണി പോസിറ്റീവ് ആവും ഈസി ആയിട്ട്. അതായത് രാഹുലിന് വേണ്ടി സംസാരിച്ച് എല്ലാവരും റിണിക്ക് വേണ്ടി സംസാരിക്കും. ഇത് ഉള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, ഞാന് രാഹുൽ മാങ്കൂടത്തിൽ കേസ് കുറേ പഠിച്ച ഒരാളാണ്, ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത ഒരാളാണ്. ആ സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. രാഹുലിനെതിരെ വന്ന രണ്ടാമത്തെ കേസ്, അതായത് മയിലിലാണ് ആ ഒരു പരാതി വന്നത്. ആ ഒരു പരാതിയിൽ ക്ലിയറായി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് രാഹുലിന്റെ ഒറ്റ സുഹൃത്തായ ഫെന്നിനാന് രാഹുലിന്റെ, അതായത് ഈ പറയുന്ന രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുകയാണ്, രാഹുൽ മാങ്കൂടത്തിൽ പീഡിപ്പിക്കാൻ വരുമ്പോൾ ഫെന്നിനാനായിരുന്നു കാറിൽ ഡ്രൈവറായിട്ടുണ്ടായത്. രാഹുലിനൊപ്പം ഫെന്നിനാൻ ഉണ്ടായിരുന്നു. എന്നെ പീഡിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫെന്നിനാൻ കാറിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു പരാതിയിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു പരാതി വരുമ്പോ ഫെന്നിനാൻ മാധ്യമങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഏതൊരുത്തിയാണ് അങ്ങനെ പറഞ്ഞത്, എന്നെ ചോദ്യം ചെയ്യണം. ഫെന്നിനാനാണ് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ചോദ്യം ചെയ്യണം, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഉച്ചിരോട് ഫെന്നിനാൻ പറയുമ്പോൾ നിങ്ങൾ നോക്കണം, പോലീസ് ഫെന്നിനാനെ വിളിപ്പിക്കുക പോയിട്ട് ഒരു മൊഴി പോലും എടുത്തിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി എനിക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ, ഞാൻ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പീഡിപ്പിച്ച കേസ് ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ എൻ്റെ പേര് പറയുമ്പോൾ ഞാൻ മുങ്ങൂലേ, ഞാൻ ഒളിവിൽ പോകൂലേ, ഞാൻ ദുബായിലേക്ക് എവിടേക്കെങ്കിലും പോകൂലേ? ഇവിടെ ഫെന്നിന് ഞാൻ ആരെയും പേടിക്കാതെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കേസ് ഉള്ളതാണോ ഇല്ലാതാണോ എന്ന് നമുക്ക് മനുഷ്യന്മാരായ നമുക്ക് അതായത് ചിന്തിച്ചാൽ മതി അതിന്റെ റിസൾട്ട്. അതായത് ഉള്ള കേസാണെങ്കിൽ ഫെന്നിനാനെ വെറുതെ വിടോ? കേരള പോലീസിനെ ഞാൻ ബിഗ് സല്യൂട്ട് അടിക്കുന്ന ഒരാളാണ്. കേരള പോലീസ് നല്ലൊരു പോലീസാണ്. അപ്പോൾ എൻ്റെ ഒരു കണ്ടെത്തലിൽ ഇതൊക്കെ ഒരു ആരോപണം മാത്രമാണ്. രാഷ്ട്രീയമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് പാർട്ടി എടുത്തു നോക്കി കഴിഞ്ഞാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂടത്തിലുമാണ് ഏറ്റവും വലിയ ശക്തര്. അവർ രണ്ടുപേരും ഒരുമിച്ച് കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് എക്കാലത്തെയും, അതായത് ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു നിലയ്ക്കെത്തും. അതുകൊണ്ടൊന്നെങ്കിൽ ഷാഫിയെ തകർക്കുക അല്ലെങ്കിൽ രാഹുലിനെ തകർക്കുക, അതാണ് ഇതിന്റെ പിന്നിൽ. അത് അങ്ങനെയാണ് രാഹുലിന് വന്ന കേസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ രാഹുലിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. ഓക്കെ,
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ റിണി ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് റിണിക്ക് പറയാനുള്ള ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്. നിലവിൽ റിണിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ നിലക്ക് റിണിയോട് ആരെങ്കിലും പറയിപ്പിച്ചതാണെങ്കിൽ എന്നോട് ഇയാൾ പറയിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, റിണി പോസിറ്റീവായി. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ബിഗ് ബോസ് വിഷയത്തിലേക്ക് കടക്കാം. സെപ്റ്റംബർ 6-ാം തീയതിക്കാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്. ആരൊക്കെ പോവും? അതിനു മുമ്പ് നമുക്ക് കോമണറെ, നിങ്ങൾ അഗ്നിപരീക്ഷ കാണുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനും, അതായത് വളരെ വളരെ ബോറടിച്ചാണ് അഗ്നിപരീക്ഷ കാണുന്നത്. അതും ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല, ഏറ്റവും അവസാനത്തെ ഭാഗം കാണുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഈ ഏറ്റവും അവസാനം വന്ന 2 എപ്പിസോഡാണ് ഞാൻ ഫുള്ളായിട്ട് കണ്ടത്. ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്യുന്നത് ഇത്രയും നല്ലൊരു എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് അഗ്നിപരീക്ഷ പഠിക്കുമ്പോൾ കിട്ടുന്നത് 3 പേരാണ്. ഒന്ന് ഈ പറയുന്ന, ഞാൻ 3 പേര് പറയാം, അതിൽ ഒരു പേരാണ്. ഓക്കെ, ഒന്ന് രാകേഷ് ഏട്ടൻ, അതിനുശേഷം എൽഡോ ജോർജ്, പിന്നീട് വരുന്നത് ലോലിറ്റ അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്, ക്ലിയർ ആയിട്ട് എനിക്കറിയത്തില്ല. ഈ 3 അതിൽ ലോലിറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ക്യൂട്ട്നെസ് ആണ്, അതായത് നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഒരു പക്ഷേ അവര് കോമണറായിട്ട് സെലക്ട് ചെയ്യപ്പെടാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അവര് സെലക്ട് ചെയ്യാൻ സാധ്യത ഇല്ല എന്നാണ്. അതിന്റെ കാരണം പറയുന്നത്, ബിഗ് ബോസ് ഹൗസിലേക്ക്, അതായത് എത്രയോ സിനിമാ നടിമാരെയും കുറെ പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതാരൊക്കെ നമുക്ക് ഞാൻ പറയാം. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ ക്യൂട്ട്നെസ് ഉള്ള പെൺകുട്ടികളുണ്ട്. ഓക്കെ, മുമ്പ് അതായത് അഗ്നിപരീക്ഷ തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ലോലിറ്റക്കായിരുന്നു മുൻഗണന, എന്നാൽ നിലവിൽ അങ്ങനെയല്ല. രണ്ടാമത് നമ്മൾ രാകേഷ് ഏട്ടനെ നോക്കുകയാണെങ്കിൽ അങ്ങേർക്ക് നല്ലൊരു കഴിവുള്ള ഒരാളാണ് രാകേഷ് ഏട്ടൻ. പക്ഷേ അങ്ങേർക്ക് എന്തൊക്കെ ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കാൻ പറ്റും അതൊക്കെ അങ്ങേര് ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ഒന്നും അങ്ങേരെ കൊണ്ട് കൊടുക്കാനില്ല എന്ന് അങ്ങേര് തെളിയിച്ചു കഴിഞ്ഞു. ആ ഒരു സ്ഥിതിക്ക് രാകേഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ആരാണ് അഗ്നിപരീക്ഷയിൽ നിന്ന് സെലക്ട് ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പേരാണ്, എൽഡോ ജോർജ്. അതായത് ഒരു മികച്ച ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ഈ പറയുന്ന എൽഡോ ജോർജ് തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, നല്ലൊരു പ്രേക്ഷക പിന്തുണയുണ്ട്. പിന്നീട് എങ്ങനെ ബിഗ് ബോസ് കളിക്കണമെന്ന് എൽഡോക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ മുഖഭാവം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൽഡോ ജോർജ് ആണ് ഇത്തവണ അഗ്നിപരീക്ഷയിൽ നിന്ന് സെലക്ട് ആവുന്നത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് ഇറക്കാം. എന്നാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്? സെപ്റ്റംബർ 6-ാം തീയതിക്കാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ബിഗ് ബോസ് ഷോ. പിന്നീട് ആരൊക്കെ പോകുമെന്ന് അതിനൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ബോറാവും. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് 2 കോടി, അതായത് കുറെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു മഹത്തായ ഒരു വലിയൊരു പ്രോഗ്രാമാണ്. അപ്പൊ നമ്മൾ എന്തായാലും ലാലേട്ടം വരുന്നതിന് മുമ്പ് ആ ലിസ്റ്റ് വായിക്കുന്നത് തെറ്റാണ്. എന്നാലും 4-5 പേര് ഞാൻ പറയാം. ഒന്ന്, ലക്ഷ്മി നക്ഷത്ര ഉറപ്പായിട്ടും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവും. ഓക്കെ, അത് 199% കൺഫേംഡ് ആണ്. പിന്നീട് വരുന്ന പേര് രാഹുൽ ഈശ്വറാണ്. അയാൾ പോകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് നിലവില് രാഹുൽ ഈശ്വർ ആർക്കോ ഒരാൾക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്തോ സ്വാമി അയ്യപ്പന്റെ വിഷയത്തിലാണ്. ആരോ സ്വാമി അയ്യപ്പന് എന്തോ കുറ്റം പറഞ്ഞു. അതിന്റെ പേരിൽ രാഹുൽ ഈശ്വർ നിയമപരമായിട്ട് അദ്ദേഹത്തിന്, ആരാണോ കുറ്റം പറഞ്ഞത് അദ്ദേഹത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അതായത് നിലവിൽ കേസിനൊന്നും പോകത്തില്ല. ഒരു കാര്യം പറയാം, രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കുന്ന, രാഹുൽ ഈശ്വറിനെ ആരാധിക്കുന്ന, ആരാധന എന്ന് പറയുമ്പോൾ ദൈവതുല്യമായിട്ടുള്ള ആരാധനയല്ലോ. ഓക്കെ, അപ്പോൾ രാഹുൽ ഈശ്വറിന് ഒരു റെസ്പെക്ട് ഉണ്ട്. അങ്ങനെ ഒരാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ ഈശ്വറൊക്കെ പോകണോ? ഇപ്പോൾ ഈ പറഞ്ഞ ലാലേട്ടൻ, രാഹുൽ നീ എന്തിനാ അങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്ന രാഹുൽ ഈശ്വറിന് ഇപ്പോൾ നല്ലൊരു റേഞ്ച് ഉണ്ട്. അദ്ദേഹം, അതായത് ബിഗ് ബോസിലേക്ക് പോകുന്നത് റേഞ്ച് ഇല്ലാത്തവർ നല്ല ഇതിൽ ഉദ്ദേശിച്ചത്. രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരാള് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകത്തില്ല എന്നാണ്. പിന്നീട് ജാസി പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം കിച്ചു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കിച്ചു പോവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം കിച്ചു ബിഗ് ബോസ് എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു ഫാൻസ് മാത്രമല്ല. ഇപ്പൊ എന്നെ കുറെ പേർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ എടുക്കത്തില്ല. കാരണം ബിഗ് ബോസ് ഹൗസിലേക്ക് കണ്ടന്റ് തരാൻ സാധിക്കുമോ? നമ്മുടെ കിച്ചു ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. അപ്പോൾ കിച്ചുവിനെ സെലക്ട് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ കുറെ പേരുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. അത് എന്തിനാണ് കുറേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് അവർ ഒരു ഷോ നടത്തുന്നത്. നമ്മളത് മുൻകൂട്ടി പറയുന്നത് തെറ്റെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അപ്പോൾ റിണി പോയി കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ ഒന്ന് കമന്റ് ചെയ്യണേ. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.